നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം. സ്വന്തം അമ്മയെ ഒരു യുവാവ് ലഹരിയുടെ പിടിയിൽ കഴുത്തറത്ത് കൊല്ലുകയാണ്. കണ്ണൂർ കൊളക്കാട് നിന്നാണ് കേരളം ഞെട്ടുന്ന ഈ വാർത്ത പുറത്തു വന്നത്. കേരളത്ത് മൊണാലിസ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഗീതമ്മ എന്ന സ്ത്രീയാണ് ഇന്നലെ രാത്രി സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി മകൻ ലഹരിക്കടിമയിൽ വാക്കുതർക്കം അമ്മയുമായി നടത്തി. അതിനുശേഷമാണ് ക്രൂരമായ ഈ കൊലപാതകം നടത്തിയത് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ക്രിസ്റ്റിയെ കേളകം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതി, അതിൻ്റെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരം ആയ കാര്യമെന്ന് പറയുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി സ്വയം പോലീസിൽ കീഴടങ്ങി എന്നുള്ളതാണ്. മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ കൊല്ലപ്പെട്ട ഗീതമ്മ. അച്ഛനെ കൊല്ലാനും പ്രതി ലക്ഷ്യമിട്ടിരുന്നതായി വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി അയൽവാസികൾ പങ്കുവെക്കുന്നുണ്ട്. അയൽവാസിയായ KV ബൈജു പറയുന്നത് ഒന്ന് കേൾക്കാം. അയൽവാസി പറയുന്നത് കേൾക്കാം. ഇവള് അടുക്കളയിൽ വർക്ക് ചെയ്യുക. ഇവള് അവിടെ നിന്ന് ഒച്ചപ്പാട് കേട്ടിട്ട് എന്നെ വന്ന് വിളിച്ചത്. ഞാൻ ഷർട്ടോട്ട് നേരെ ഇവിടെ കൊല്ലുമ്പോൾ ഇവനും വേറെ എനിക്ക് പരിചയമില്ലാത്ത രണ്ടുപേരാണ്, അതായത് ചേച്ചിയുടെ ആങ്ങളമാരാണ്, ഇവിടെയുള്ളവരല്ല. അപ്പോൾ അവർ വിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പോയി പുള്ളിയെ കഴുത്തിനിങ്ങനെ പിടിച്ചേക്കുക. അപ്പോൾ ഞാൻ ആ കഴുത്തിൽ നിന്ന് പിടിച്ച് പുള്ളിയെ രക്ഷപ്പെടുത്തു. അപ്പോൾ പുള്ളി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു എൻ്റെ പെങ്ങളെ കൊന്നറാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നിട്ട് ചോരയൊക്കെ ആണെന്ന് പറഞ്ഞു മുറ്റത്ത് എന്തൊക്കെയോ കാണിച്ചു. പക്ഷേ അത് ചോരയൊന്നുമില്ലായിരുന്നു, എന്തോ വെള്ളം ഇങ്ങനെയായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചാടി അകത്ത് കയറി നോക്കി. അകത്ത് കയറി നോക്കിയപ്പോൾ പുള്ളിക്കാരിങ്ങനെ ബെഡിലിങ്ങനെ കിടക്കുക, ബ്ലഡ് പോയിട്ട് ഫുള്ള് ഇതായിട്ട്. അപ്പോഴും മരിച്ചു എന്നുള്ളൊരു ബോധമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ദിലീപേട്ടൻ എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട് ആൾക്കാരാണ്. അപ്പോൾ ആ പുള്ളിനെ വിളിച്ചിട്ട് പുള്ളി വന്നിട്ട് പറഞ്ഞടാ പോയെന്നാ തോന്നുന്നത്, നമുക്ക് പോലീസിനെ വിളിക്കാൻ തോന്നും. കാരണം പുള്ളി പോലീസിനെ വിളിച്ചു. അപ്പോഴേക്ക് ഇവനാണെങ്കിൽ ഇവൻ്റെ അച്ഛനെയും കൊല്ലണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അവിടെ ഇല്ല, അവിടെ ഒരു വല്യമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നു. വല്യമ്മച്ചി ഏത് ചേച്ചി ഇവനും മാത്രമേ ഉള്ളൂ. അവസാനം ഇവന് അച്ഛനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രശ്നം. അവസാനം ഇവനെ സമാധാനിപ്പിച്ച് ഞാൻ താഴെയുള്ള കടയിൽ കൊണ്ടുവരുത്തി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവൻ്റെ അടുത്ത് ഞങ്ങൾ സ്കൂട്ടി എടുത്ത് കടയിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു നമുക്ക് സ്റ്റേഷനിൽ പോകാടാന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ ഇവന് ആളെ കൂളായിട്ട് സംസാരിക്കുന്നത്. കാരണം കുറ്റബോധം അങ്ങനത്തെ യാതൊന്നുമില്ല, വളരെ കൂളായിട്ട് ഇവർ സംസാരിക്കുന്നത്, യാതൊരു പ്രശ്നമില്ല. ഒരു ഇങ്ങനെ ഭയങ്കര ടെററായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നേ ഇല്ല. സ്വബോധത്തോടെയാണ് അതായത് ഇവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയം. എന്നുവെച്ചാൽ അത്രയും നോർമലായിട്ട് ഇവർ സംസാരിക്കുന്നത്. അയൽവാസിയാണ് ഇപ്പോൾ നമ്മളോട് ഈ വിഷയം സംസാരിച്ചത്. സ്വന്തം പിതാവിനെയും കൊലപ്പെടുത്താൻ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് അയൽവാസി പറയുന്നത്. ഒരു മടിയുമില്ലാതെ അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇപ്പോൾ കേളകത്ത് ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു പ്രതി. ഇയാൾ ലഹരിക്ക് അടിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വാക്കുതർക്കമൊക്കെ സ്ഥിരമായി നടക്കാൻ ഉണ്ടായിരുന്ന ഒരു വീടാണോ? എന്താണ് അയൽവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അതെ രഞ്ജിത്ത്, ഇതിൽ കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താനിക്കുന്നിലാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിലാണ് മകൻ ക്രിസ്റ്റി ഇത്തരത്തിൽ ഗീതാമ്മ എന്ന് പറയുന്ന അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഇതിൽ FIR-ൽ പ്രധാനമായും പറയുന്നത് ഈ അമ്മയ്ക്കെതിരെ വലിയ തോതിൽ അപവാദ പ്രചരണം ഈ നാട്ടിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് വലിയ തോതിൽ ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് FIR-ൽ പറയുന്നത്. അങ്ങനെ ഈ മകൻ വീട്ടിലെത്തുകയും, അതായത് അച്ഛൻ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല, തങ്കച്ചൻ എന്ന് പറയുന്ന അച്ഛൻ പുറത്തുപോയൊരു സമയമായിരുന്നു. അങ്ങനെ മകൻ വീട്ടിലേക്ക് എത്തുകയും കിടപ്പ് മുറിയിൽ നിന്നും ഇത്തരത്തിൽ കത്തിയെടുത്ത് പലതവണ കുത്തിയാണ് അമ്മയെ ഇങ്ങനെ കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി അടുത്തുള്ള ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും വിളിച്ച് വിവരം അറിയിക്കുകയും കേളകം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഏതായാലും ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ക്രൂര കൃത്യം ഇയാളെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇത്തരത്തിൽ അമ്മയ്ക്കെതിരെ പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നിരന്തരം വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ്. അതേസമയം തന്നെ ഈ മകൻ വലിയ ലഹരിക്കടിമയാണെന്നും പോലീസ് പറയുന്നുണ്ട്. നേരത്തെ ബംഗളൂരുവിൽ പഠിക്കുന്നുണ്ടായിരുന്ന ഈ മകൻ അതിനുശേഷം അവിടെ നിന്നും ഒരു 2-3 മാസം മുമ്പാണ് പഠനം നിർത്തി നാട്ടിലേക്ക് വന്നത്. ഈ അമ്മയാണ് തന്നെ ഇത്തരത്തിലുള്ള ഒരു വഴി ഉണ്ടാക്കാൻ കാരണമെന്ന് പോലും ഇയാൾ പറഞ്ഞു എന്നാണ് ബന്ധുക്കളോടും അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കളോടും പറഞ്ഞു എന്നാണ് പറയുന്നത്. അതോടൊപ്പം രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തം അച്ഛനെ പോലും ഇതേ രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന മകൻ തയ്യാറെടുത്തിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു അയാളുടെ നീക്കമെന്നാണ് സുഹൃത്തോടും പറഞ്ഞതെന്നാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത.
ഏതായാലും ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം പോലീസ് അന്വേഷണം ഇതിൽ വ്യാപകമായി നടക്കുന്നത്. നമുക്ക് മറ്റൊരു വിവരം ലഭിക്കുന്നത് ഇതേ സ്ഥലത്ത് തന്നെ, അതായത് കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ 19 വയസ്സുകാരനായ ഒരു യുവാവ് കൂടി മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താണെന്ന വിവരം ലഭിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു ദുരൂഹതയുണ്ട് ഈ സംഭവത്തിലാകെ. അങ്ങനെ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഈ FIR രജിസ്റ്റർ ചെയ്തതനുസരിച്ച് അമ്മയെ ഇത്തരത്തിലുള്ള അപവാദ പ്രകടനം ഉണ്ടായി. അതേ തുടർന്നുള്ള വാക്ക് തർക്കം, അങ്ങനെയാണ് ഈ ക്രൂരകൃത്യത്തിന് ഈ ക്രിസ്റ്റി ഏർപ്പെടുന്നതെന്നാണ് ഇതിൽ FIR-ൽ പറയുന്നത്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്, കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്, ഈ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രാഥമികമായി മാത്രം ഇത്തരം വിവരങ്ങളാണ്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരാനുണ്ട്. ഏതായാലും മകൻ അത്രയും ക്രൂരമായ ഒരു കൊലപാതകം, നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായി ഇതിനെ കാണുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ കൊല്ലപ്പെട്ട ഗീത അമ്മ എന്ന് പറയുന്നവർ. അതോടൊപ്പം മൊണാലിസ ബ്യൂട്ടി പാർലർ, അവിടെ കേളകത്ത് മൊണാലിസ ബ്യൂട്ടി പാർലർ നടത്തുന്ന ആണ് ഇവർ. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഏതെങ്കിലും ഇതിൽ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇതാണ്, ഇത്തരത്തിലുള്ള കാരണം കൊണ്ടാണ് ഈ മകൻ അതിക്രൂരമായി അമ്മയെ കൊലപ്പെടുത്തിയത്. നേരത്തെയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. ഇത് ലഹരിക്കടിമയായ മകൻ കൂടിയാണ്. അങ്ങനെ ബാംഗ്ലൂരിലെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് എത്തുകയായിരുന്നു. ഒരു 3 മാസം മുൻപാണ് ഇയാൾ പഠനം ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത്. ഇതിനെ തുടർന്ന് വീട്ടിൽ നിരന്തരം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും പിതാവിനെ കൂടി കൊലപ്പെടുത്താൻ ഇയാൾ ഉദ്ദേശിച്ചിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ പിതാവിനെ കൂടി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് ഈ മകൻ എത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ കുടുംബ പ്രശ്നങ്ങൾ കാര്യമായി ആ വീട്ടിലുണ്ടായിരിക്കണം. ലഹരി ഒരു പ്രധാന ഘടകമാണ്, സംശയമില്ല ഈ വിഷയത്തിൽ. മറ്റൊന്ന്, മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പ്രധാന ഒരു ഘടകമായിരിക്കാം. മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇയാൾക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതിനുശേഷം ഇയാൾ, നമുക്ക് ഏറ്റവും ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയാണ്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ എത്തണമെങ്കിൽ അത്രത്തോളം ഒന്നുകിൽ ലഹരിയുടെ ഒരു പിടിയിലായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ ആ തലത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ ഇയാളെ എത്തിച്ചിരിക്കാം. രഞ്ജിത്തെ, വലിയ തോതിലുള്ള വൈരാഗ്യം ഈ അമ്മയോട് ഉണ്ടായി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതും സുഹൃത്തുക്കളോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചതും. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നമുള്ളതായൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രധാനമായും ലഹരി തന്നെയാണ് ഇതിൽ വില്ലനായത്. ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വരുമ്പോൾ അത് അമ്മ ചോദ്യം ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അമ്മയുമായി വലിയ തോതിൽ വാക്കുതർക്കങ്ങൾ പതിവായി ഉണ്ടാകാറുണ്ട്. അത് അയൽവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് നിരന്തരം ഈ പ്രശ്നം ഉണ്ടാവുകയും ഏറ്റവും ഒടുവിലായി ഈ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്, അതായത് ദൃക്സാക്ഷി പോലും ഇല്ല ഈ ഒരു കൊലപാതകത്തിന് എന്നാണ് ഏറ്റവും പ്രധാനം. ബൈജു വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുന്നു. പറഞ്ഞോളൂ ബൈജു, തുടർന്നോളൂ. ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഇടയ്ക്ക് വന്നു. അതെ രഞ്ജിത്തെ, ഇതിനുശേഷം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി കൃത്യമായി പോലീസിൽ കീഴടങ്ങാനെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇക്കാര്യം ചെയ്തത്. അതായത് സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തുന്നു, അതോടൊപ്പം ബന്ധുക്കളെയും വിളിച്ചു വരുത്തി ഈ ബന്ധുക്കൾക്കും ഈ കാര്യങ്ങൾ കൈമാറുന്നു. അമ്മയെ താൻ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവരോടും പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഇയാൾ ഇങ്ങനെ അമ്മയെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് പോലീസാണ് അവിടത്തേക്ക് എത്തിയതിനു ശേഷമായിരുന്നു അപ്പോഴത്തേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ബന്ധുക്കളും അത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം കണ്ണൂർ കേളകത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വന്തം അമ്മയെ കഴുത്തറത്ത് കൊല്ലുകയാണ് ഒരു മകൻ. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ലഹരിക്ക് അടിമയാണ്, ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകനാണ്, ലഹരിക്ക് അടിമയായിരുന്നു ഇയാൾ. അതിനുശേഷം സ്ഥിരമായി ഈ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സ്വന്തം അച്ഛനെയും സമാനമായി തന്നെ കൊലപ്പെടുത്താൻ ഇയാൾ തയ്യാറെടുത്തിരുന്നു എന്ന വിവരം കൂടി പോലീസും അയൽവാസികളും മറ്റും പങ്കുവെക്കുന്നുണ്ട്. മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഗീതമ്മയാണ് ഇത്തരത്തിൽ സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. മറ്റൊരു ബൈജു, തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായി ഈ പറഞ്ഞതുപോലെ ഒരു തയ്യാറെടുത്ത രീതിയിൽ തന്നെയാണ് ഇയാൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കണം അമ്മയെ കൊലപ്പെടുത്തണമെന്നുള്ള കാര്യം. അച്ഛനെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. രണ്ടുപേരോടുമുള്ള വൈരാഗ്യം കാരണമാണ്. ലഹരിയും പ്രധാനമായും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
അതെ രഞ്ജിത്ത്, ലഹരി തീർച്ചയായും ഇതിലൊരു പ്രധാന ഘടകമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഹരിക്ക് പൂർണ്ണമായും അടിമയാണ് ഈ മകൻ എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ അച്ഛൻ ആ ദിവസം ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ഇന്നലെ രാത്രി അച്ഛൻ പുറത്തുപോയ സമയത്തായിരുന്നു ഈ കൊലപാതകം നടത്തുന്നത്. ഒരു പക്ഷേ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ കൂടി കൊലപ്പെടുത്താൻ ഈ പ്രതി ഉദ്ദേശിച്ചിരുന്നു. അത് തന്നെയാണ് പ്രതി സുഹൃത്തുക്കളോട് പങ്കുവച്ചത്. അച്ഛനെയും കൂടി കൊലപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നു എന്ന്. പക്ഷെ ആ സമയത്ത് അച്ഛനില്ലാത്തതുകൊണ്ടാണ് കൊലപാതകം നടക്കാതെ പോയത്. എന്തായാലും അമ്മയെ അതിക്രൂരമായാണ് കഴുത്തിന് കത്തിയെടുത്ത് നിരവധി തവണ കുത്തിയാണ് ഇങ്ങനെ കൊലപ്പെടുത്തുന്നത്. അതായത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മകൻ എത്തിയതാണ്. അത്തരത്തിൽ കൊലപാതകം നടത്തിയതിനു ശേഷം അത് ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്നു, ഒപ്പം സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുന്നു, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴി നൽകിയത് ഇത് തന്നെയാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള അപവാദ പ്രചരണം ഉണ്ടായി, അതിൽ നാണക്കേടുണ്ട്. അത് മാത്രമല്ല, തന്നെ ഇങ്ങനെ ഈ ലഹരിക്കടിമയും മറ്റു ഈ ജീവിതശൈലിക്ക് കാരണം അമ്മയാണെന്ന തരത്തിൽ ഇയാളുടെ മൊഴി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. അത് എഫ്ഐആറിലും ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന് പുറമെ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവം നടക്കുമ്പോൾ ഇതിൽ ദൃക്സാക്ഷികളില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ അമ്മ വീട്ടിൽ തനിച്ചുണ്ടായ സമയത്ത് കൃത്യമായി എത്തിയതിനു ശേഷം ഇങ്ങനെ കൊലപാതകം നടത്തിയായിരുന്നു. ഒരു പക്ഷേ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരെയും കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു ഇയാൾ ഉദ്ദേശിച്ചിരുന്നത്. അത് തന്നെയാണ് ഇയാൾ സുഹൃത്തുക്കളോടും പങ്കുവച്ചിട്ടുള്ളത്. ആ ഒരു പ്രതികരണമാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടത്. എന്തായാലും പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണം ഈ സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. സ്വന്തം അമ്മയെ കഴുത്തറത്ത് ഒരു മകൻ കൊല്ലുകയാണ്, അതും ലഹരിയുടെ പിടിയിൽ. മറ്റു വാർത്ത വരുന്നത് തൃശൂർ മാളയിൽ നിന്നാണ്. തൃശൂർ മാളയിൽ കമിതാക്കളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ്. പുത്തൻചിറ സ്വദേശി മഠത്തിൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി കുന്നത്ത് പറമ്പിൽ മിൽന എന്നിവരെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വലിയ പറമ്പിലുള്ള ശ്രീജിത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഈ രണ്ട് മൃതശരീരങ്ങളും കണ്ടെത്തിയത് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ, അവരുടെ ചിത്രങ്ങളൊക്കെ കാണാം. കുന്നത്തുപറമ്പ് സ്വദേശി മിൽന, ഒപ്പം വലിയ പറമ്പിലുള്ള ശ്രീജിത്ത് എന്നിവരാണ് ഇത്തരത്തിൽ ഈ കമിതാക്കളാണ് മരിച്ചത്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, മാതാപിതാക്കൾ ഈ രക്ഷകർത്താക്കളുമായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പുറത്താണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇവർ രണ്ടുപേരും കമിതാക്കളായിരുന്നു. മറ്റ് വിവരങ്ങൾ ലഭ്യമാകുന്നത്, പോലീസ് പങ്കുവെക്കുന്നത് എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട്? ശ്രീജിത്ത് രണ്ടാമത് വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ്. രണ്ടാമത് വിവാഹം കഴിച്ചു. പിന്നീട് മിൽനയുമായി ഇദ്ദേഹം ഒരു സൗഹൃദത്തിലുണ്ടായിരുന്നു. അത് ഈ ശ്രീജിത്തിന്റെ രണ്ടാം ഭാര്യ അറിയുകയും ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കമായി. ഈ വാക്കുതർക്കത്തിനൊടുവിൽ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവരിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നീട് ഇവരുടെ കുടുംബത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഈ മിൽനയ്ക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. ഇതാണ് ഇവരുടെ മരണ കാരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാടക വീട്ടിലാണ് ശ്രീജിത്ത് താമസിക്കുന്നത്. ഇങ്ങനെ ഇരുവരും ചേർന്ന് ഇന്ന് രാവിലെ വാടക വീട്ടിൽ വെച്ചാണ് മിൽനയും ഈ ശ്രീജിത്തും രണ്ടുപേരും ഒരേ കയറിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ തുടർന്നുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ, അതായത് ഈ ആത്മഹത്യാ ശ്രമം നടത്തി ശ്രീജിത്തിന്റെ രണ്ടാം ഭാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സ്വാഭാവികമായും ആശുപത്രിയിൽ നിന്നും അത് പോലീസിനെ അറിയിക്കും. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്ന് മൊഴിയെടുത്തപ്പോൾ ശ്രീജിത്തിൽ നിന്നും തനിക്ക് മർദ്ദനമുണ്ടായെന്നും ശ്രീജിത്ത് മറ്റൊരു യുവതിയുമായി ബന്ധത്തിലാണെന്നുള്ള ഒരു കാര്യമൊക്കെ പോലീസിന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മിൽനയുടെ മാതാപിതാക്കൾ മിൽനയെ കാണുന്നില്ല എന്ന വിവരം പോലീസിനെ അറിയിക്കുകയും ഒരു പരാതി നൽകുകയും ചെയ്തു. അതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ ശ്രീജിത്തിനെയും മിൽനയും തൂങ്ങി മരിച്ച നിലയിൽ വാടക വീട്ടിൽ കണ്ടെത്തിയത്. ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് ഇങ്ങനെ ഒരു നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച രീതിയിൽ തന്നെയാണോ ഈ വാടക വീട്ടിൽ രണ്ടുപേരും എത്തിയത്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതോ മറ്റെന്തെങ്കിലും പങ്കാളിത്തം, കൊലപാതകമടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്ന്? രഞ്ജിത്ത്, ഇതൊരു ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. കാരണം ശ്രീജിത്തിന്റെ ഭാര്യ പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു യുവതിയുമായിട്ടുള്ള ബന്ധം ഇത് അറിഞ്ഞതിനെ തുടർന്ന് തന്നെ മർദ്ദിച്ചു, ഇതാണ് തന്റെ ആത്മഹത്യക്ക് നയിച്ചതെന്ന് ശ്രീജിത്തിന്റെ ഭാര്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിൽനയുടെ വിവാഹം ഉറപ്പിച്ചതാണ്. പക്ഷേ ശ്രീജിത്തുമായിട്ടുള്ള ബന്ധം തുടർന്നതുകൊണ്ടാണ് പിന്നീട് ഇവർ ഒരു ആത്മഹത്യയിലേക്ക് ചെന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല.
പോലീസ് എന്തായാലും ഇരുവരുടെയും മാതാപിതാക്കളെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിൽ അറിയാൻ സാധിക്കുമോ എന്നാണ് പോലീസ് അറിയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം രണ്ടുപേരുടെയും കുടുംബത്തിന് ഉടനെ തന്നെ വിട്ടു നൽകും. സംസ്കാരം ഇന്ന് തന്നെയാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മിൽന വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു ബേക്കറിയിലാണ് ജോലി ചെയ്യുന്നത്. ശ്രീജിത്തുമായിട്ട് കുറച്ചധികം നാളുകളായി ഇവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു, അടുത്ത ബന്ധത്തിലായിരുന്നു. ശ്രീജിത്തിന്റെ ഭാര്യ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളാകുകയും ഇവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമെന്നാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കവിതാക്കളെ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ തൃശ്ശൂർ മാളയിൽ ആണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ശ്രീജിത്ത് എന്ന ആളുടെ വീട്ടിലാണ് ഈ രണ്ടുപേരും തൂങ്ങി മരിച്ച, വലിയ പറമ്പ് എന്ന സ്ഥലത്തുള്ള വീട്ടിലാണ്, വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം തൃശ്ശൂർ മാളയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. നമുക്കിനി പശ്ചിമേഷ്യയിലെ വിഷയങ്ങളിലേക്ക് ഒന്ന് പോകണം. US ഇറാൻ രണ്ടാം ഘട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തി. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്ണർ എന്നിവർ ഉടൻ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിപ്പ് ഇപ്പോൾ ലഭിച്ച പശ്ചാത്തലമുണ്ട്. ഇവരുടെ വാക്കുകളിലേക്ക്. As you know, and I spoke about it earlier this week, the president was flexible in granting an extension of the ceasefire throughout this time. The president has decided to dispatch Special Envoy Witkoff and Jared Kushner back to Islamabad. The Iranians want to talk. They want to talk in person. And so the president is, as I've said many times to all of you, always willing to give diplomacy a chance. So Steve and Jared will be heading to Pakistan tomorrow to hear the Iranians out. We hope progress will be made, and we hope that positive developments will come from this meeting, and we will see. And the president, the vice president, the secretary of state will be waiting here in the United States for updates, and the vice president, I understand, is on standby and will be willing to dispatch to Pakistan if we feel it's a necessary use of his time. അതേസമയം അമേരിക്കയുമായി ചർച്ച ഉദ്ദേശിച്ചില്ലെന്നും ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുമെന്നും വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബയേഗി എക്സിൽ കുറിച്ചു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, നേരിട്ടുള്ള ഒരു ചർച്ച സാധ്യമാകില്ല എന്ന് വേണം ഈ ഘട്ടത്തിലുള്ള ഇറാന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ത്രികക്ഷി സന്ദർശനത്തിനായാണ് ഈ ഇറാന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. പാകിസ്ഥാനും ഇറാനും അത്യാവശ്യം സൗഹൃദമുള്ള രാജ്യമാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥത ഒരു പരിധിവരെ ഇറാൻ അംഗീകരിച്ചതാണ്. ഈ തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുക, പാകിസ്ഥാൻ വഴി അമേരിക്കയിലേക്ക് അക്കാര്യങ്ങൾ കൈമാറുക, അതായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കാൻ പോവുക, അല്ലേ? ചിലപ്പോൾ ഇതിന് തന്നെയാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ നിലവിൽ എല്ലാവരും ഒരേപോലെ കാത്തിരുന്ന കാര്യമാണ് ഈ പാകിസ്ഥാനിലേക്ക് ഇറാന്റെ പ്രതിനിധികൾ എത്തുക, അതുപോലെ തന്നെ ഒരു രണ്ടാം ഘട്ട ചർച്ചകൾ പുനരാരംഭിക്കുക എന്നതൊക്കെ. പക്ഷേ നിലവിൽ ഇറാൻ വ്യക്തമാക്കുന്നത് അമേരിക്കയുമായി ഒരു ചർച്ച തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പശ്ചിമേഷ്യയിലുള്ള നിലവിലെ സാഹചര്യങ്ങളെപ്പറ്റി പാകിസ്ഥാനെ അറിയിക്കുക മാത്രമായിരിക്കും ചെയ്യുക. ഇതിൽ തങ്ങളുടെ നിരീക്ഷണങ്ങൾ അത് പാകിസ്ഥാന് കൈമാറുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ ഇറാൻ പ്രതിനിധികൾ എത്തുമെന്ന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈയൊരു ഇത്തരത്തിൽ ഇറാൻ പ്രതിനിധികൾ എത്തുന്നതിലേക്ക് വഴിവെച്ചത് പ്രധാനമായിട്ടും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണം തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് എത്തുമെന്നുള്ള ഒരു അഭ്യൂഹം അത് പരക്കാൻ തുടങ്ങിയത്. പിന്നാലെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വരുന്നത്. അമേരിക്കയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റാണ് പിന്നീട് ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. അവർ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, അവർ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഉടൻ തന്നെ പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുമെന്നും കരോലിൻ ലെവിറ്റ് സൂചിപ്പിക്കുന്നു. അതുപോലെ ചർച്ചകൾ ഒരു ശുഭകരമായി തന്നെ പര്യവസാനിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥിരീകരണം വരുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയിയാണ് തന്റെ എക്സ് അക്കൗണ്ടിലുള്ള പോസ്റ്റ് വഴി ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ പറയുന്നത് നിലവിൽ അമേരിക്കയുമായി തങ്ങൾ ഒരു ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെ പറ്റിയിട്ടുള്ള തങ്ങളുടെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കും. നിലവിൽ തങ്ങൾ ഒരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ ഇസ്ലാമാബാദിൽ എത്തിയിട്ടുള്ള തങ്ങളുടെ സംഘം ഉടൻ തന്നെ ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിൽ
സോവിയറ്റിലേക്കും റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലേക്കും യാത്ര തിരിക്കും. ഇത്തരമൊരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗം മാത്രമാണ് നിലവിലുള്ള സന്ദർശനമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയും അതുപോലെ തന്നെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി ഉൾപ്പെടുന്ന സംഘമാണ് പാകിസ്ഥാനിൽ എത്തിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും അതുപോലെ തന്നെ അവരുടെ ഫീൽഡ് മാർഷൽ അസീം മുനീറും ചേർന്നാണ് ഇരുവരെയും സ്വീകരിച്ചത്. ഇപ്പോൾ വിദേശകാര്യ മന്ത്രിമാരും അതുപോലെ തന്നെ അസീം മുനീറുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടന്നു. പാകിസ്ഥാനിൽ ഇനി കൂടുതൽ ഒഫീഷ്യൽ അധികാരികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഈ അബ്ബാസ് അരക്ചി നടത്തുമെന്നാണ് സൂചനകളുള്ളത്. അതിനുശേഷം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫുമായിട്ടും കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. അതേസമയം ഇന്ന് അമേരിക്കയിൽ നിന്ന് യാത്ര തിരിക്കുന്ന ജാരഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും നാളെയോടെ ആയിരിക്കും പാകിസ്ഥാനിലെത്തുന്നത്. അവരെ കാണാൻ വേണ്ടി ഈ ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിൽ നിൽക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ അത് പാകിസ്ഥാനെ അറിയിച്ചതിന് ശേഷം ആ നിരീക്ഷണങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിക്കാനായിരിക്കും ചിലപ്പോൾ ഇറാന്റെ ഒരു നീക്കമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച, അതായത് ഏപ്രിൽ 11-12 തീയതികളിൽ തെറ്റിപ്പിരിഞ്ഞതുപോലെയുള്ള ഒരു കൂടിക്കാഴ്ച നേരിട്ട് നടത്താതെ തങ്ങളുടെ ഒരു നിരീക്ഷണങ്ങൾ അതുപോലെ നിർദ്ദേശങ്ങൾ മാത്രം പാകിസ്ഥാനെ അറിയിച്ച് അത് പാകിസ്ഥാൻ വഴി അമേരിക്കയിലേക്ക് കൈമാറാനായിരിക്കും ഇറാന്റെ ഒരു ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലവിൽ സംഘർഷങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന മറ്റൊരു മേഖലയാണ് ലെബനൻ എന്ന് പറയുന്നത്. ലെബനനിൽ ഈ 3 ആഴ്ചത്തെ വെടിനിർത്തൽ വന്നതിന് ശേഷം ഇപ്പോഴും സംഘർഷങ്ങൾ അവിടെ വളരെ ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി സൈനികരുടെ ആക്രമണത്തിൽ ഒരു 6 ഹിസ്ബുള്ള സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ 6 ഹിസ്ബുള്ള സൈനികരുൾപ്പെടെ മൊത്തം 12 പേർ ഇന്നത്തെ ആക്രമണത്തിൽ മാത്രം ലെബനനിൽ മരിച്ചിട്ടുണ്ട്. ഇതോടെ മേഖലയിലുള്ള ആകെ മരണസംഖ്യ ഉയർന്ന് 2491 ആയതായിട്ടാണ് വിവരമുള്ളത്. മേഖലയിൽ ഈ തെക്കൻ ലെബനൻ പ്രദേശത്ത് ഇസ്രായേലി സൈനികർക്ക് പൂർണ്ണ നിയന്ത്രണം, പൂർണ്ണ സ്വാതന്ത്ര്യം താൻ നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലി പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകണം. വളരെ പെട്ടെന്ന് കാസർഗോട്ട് ശൈശവ വിവാഹത്തിൽ ഉസ്താദ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ്. അഴീക്കൽ ജുമാ മസ്ജിദിൽ നടന്ന ശൈശവ വിവാഹത്തിലാണ് കേസ്. 16-കാരിയെ പടന്ന പഞ്ചായത്തിലെ പ്രവാസിയായ 28-കാരന് കാണത്ത് കല്യാണം നടത്തിയെന്നാണ് പരാതി. രാജ്യത്ത് ഒരു കാരണവശാലും ശൈശവ വിവാഹം അനുവദനീയമല്ല. അത് എല്ലാ മതസ്ഥാപനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ്, അതൊരു നിയമമാണ്. നിർഭാഗ്യവശാല് കാസർഗോഡ് അഴിക്കൽ ഇടച്ചാലെ ഒരു മതസ്ഥാപനത്ത് അത്തരം ഒരു ശൈശവ വിവാഹം നടക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പോലീസിന് രഹസ്യമായിട്ടുള്ള വിവരം ലഭിക്കുകയും ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ രഹസ്യമായുള്ള വിവരം ലഭിക്കുകയും പോലീസ് അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോസോ ആക്ട് അനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങൾ നടത്തുവാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. തെളിവുകൾ ലഭ്യമായില്ല എന്നുള്ള നിയമവിരുദ്ധ നിലപാടും നടപടികളുമായി ആയിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം സമീപനങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, നമുക്കറിയാം ഈ ശൈശവ വിവാഹം അടക്കമുള്ള വിഷയത്തിൽ നിരവധി നിയമങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം സമ്പ്രദായങ്ങൾ ആവർത്തിക്കുന്ന, പലപ്പോഴും നമ്മൾ ബൈജു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. ഇപ്പോൾ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇത്തരമൊരു വിവാഹം നടത്തിക്കൊടുത്തതിൻ്റെ പിന്നിൽ ഈ ഉസ്താദ് ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയല്ലേ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം? അതെ രഞ്ജിത്തെ, ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ശൈശവ വിവാഹം നടന്നിരിക്കുന്നത്. അതായത് 16 വയസ്സുള്ള പെൺകുട്ടിയെ 28 വയസ്സുള്ള ആളെ കൊണ്ട് ഇത്തരത്തിൽ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. അതിൽ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എടച്ചാക്കൈ ബദർ നഗറിലെ വരനായ ഷാബിർ ഷെയ്ഖ്, അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ പിതാവ്, ഈ ജുമാ മസ്ജിദിലെ ഉസ്താദായ റഹ്മത്തുള്ള, അതോടൊപ്പം പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ഒരു ജനപ്രതിനിധി കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഏറ്റവും
പ്രധാനം. അഴീക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറിയുമായ PK താജുദ്ദീൻ എന്ന ആളുമാണ്. ഇങ്ങനെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പോലീസ് ഇതിൽ തെളിവുകൾ തേടിയെത്തിയപ്പോൾ അന്ന്, അതായത് ഏപ്രിൽ 13 വിവാഹം നടന്ന ദിവസം അവിടെ ഉണ്ടായിരുന്ന രേഖകൾ നശിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം CCTV ദൃശ്യങ്ങളും അവിടെ നിന്ന് നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. എന്തായാലും ഇതിൽ ഈ പെൺകുട്ടിയുടെ മകളുമായി ബന്ധപ്പെട്ട സ്ഥലത്തായിരുന്നു ആദ്യം വിവാഹം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അവിടെ പ്രായം തീർച്ചയായും രേഖ ഹാജരാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഈ വരന്റെ ഈ മഹൽ കമ്മിറ്റി എടുത്ത് ഒരു വിവാഹം നടത്തി കൊടുത്തത്. ഏതായാലും അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ നടന്ന ഒരു വിവാഹമാണെന്ന് അതിൽ നിന്ന് തന്നെ ബോധ്യമായി. നേരത്തെ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് ആണ് ഇത് സംബന്ധിച്ചൊരു ആരോപണം ഉന്നയിച്ചത്. ഈ കേസിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതായത് ഇതിൽ തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് പ്രധാനമായും ശ്രമിക്കുമെന്ന ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. മാത്രമല്ല ഇതിൽ ഈ പ്രതിയായ വരൻ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ കൊറിയയിലേക്ക് കടന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ തോതിൽ വാർത്തയായതോടുകൂടി പോലീസിന് അത്തരം നടപടികളിലേക്ക് കടക്കേണ്ടി വന്നു. പക്ഷേ ഇനി തുടർ നടപടികൾ, ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്ന ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഏപ്രിൽ 13 ഇത്തരത്തിലുള്ള ഒരു ശൈശവ വിവാഹം നടന്നിട്ടുള്ളത്. ഏതായാലും നേരത്തെയും കാസർഗോഡ് ജില്ലയിൽ ഇത്തരം ശൈശവ വിവാഹങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നതാണ്. നിയമം മൂലം നിരോധിച്ച വലിയ തോതിലുള്ള ഒരു സംഭവം അത് വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെയാണ് വലിയ ആശങ്ക ഉയർന്ന കാര്യം. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ 28 വയസ്സുള്ള ആളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചത്. വിവാഹം നടന്നു. പക്ഷേ അതിന്റെ രേഖകളെല്ലാം നശിപ്പിച്ച രീതിയിലാണ്. ഏതായാലും കോടതി നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ ചൈൽഡ് ലൈനിലാണ് ആദ്യം വിവരം എത്തുന്നത്. പിന്നീട് കോടതിയിലേക്ക് വിവരം എത്തുകയായിരുന്നു. ഇതേ തുടർന്ന് കോടതി വിശദമായ അന്വേഷണം നടത്താൻ ചന്ദേര പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. അഴീക്കൽ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടുള്ളത്. എന്തായാലും ഇതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം. അതോടൊപ്പം എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഈ പ്രദേശത്തൊക്കെ ഇപ്പോൾ ഉയരുന്ന സാഹചര്യമുണ്ട്. രഞ്ജിത്ത്, ഈ വിവാഹം കഴിച്ചയാൾ കൊറിയയിലേക്ക് കടന്നു. അപ്പോൾ ഇയാളെയും അറസ്റ്റ് ചെയ്യണം. ഒപ്പം ഇത്തരം സംഭവങ്ങൾ കാസർഗോഡിന്റെ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ ഈ ആളുകളൊക്കെ തന്നെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം. ഈ കുട്ടിയുടെ മാതാപിതാക്കളടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യണം. എന്താ സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം. അങ്ങനെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? അതോ ഈ 4 പേരിൽ മാത്രം ഒതുങ്ങിയുള്ള അന്വേഷണമാണോ ബൈജു ഇപ്പോൾ പുരോഗമിക്കുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുളത്തൂർ ജയസിംഗ് എന്ന് പറയുന്ന അഭിഭാഷകന്റെ പ്രതികരണമാണ് നമ്മൾ നേരത്തെ കേട്ടത്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇതിലൊരു അന്വേഷണം നടത്തി, അതായത് ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തണം. പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വധുവിനെ ഉൾപ്പെടെ, വിവാഹിതയായ 16 വയസ്സുകാരിയെ ഉൾപ്പെടെ സ്വാധീനിച്ച് കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒപ്പം ഇവിടെയുള്ള രേഖകളെല്ലാം നശിപ്പിക്കപ്പെട്ട നിലയിലാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ സാക്ഷി മൊഴികൾ ചില പരാതിക്കാരും രംഗത്ത് വന്നതോടുകൂടിയാണ് ഇത് വലിയ സംഭവമായി പുറത്തേക്ക് വരുന്നത്. ഏതായാലും നേരത്തെയും കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിൽ ശൈശവ വിവാഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ശൈശവ വിവാഹം സംബന്ധിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്ത സാഹചര്യമില്ല. പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്നത് പടന്ന ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്, പടന്ന ഗ്രാമപഞ്ചായത്തിലാണ്. ആ ഒരു ജനപ്രതിനിധി പോലും ഈ ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറിയായ ആൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം വേണം. നേരത്തെ രഞ്ജിത്ത് ചോദിച്ചതുപോലെ തന്നെ ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തണം. അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇനി ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അങ്ങനെ ആ രീതിയിലുള്ള വലിയ ഏതായാലും കാസർകോട്ടെ ശൈശവ വിവാഹ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 4 പേരെ ഇപ്പോൾ പ്രതിയെടുത്തിട്ടുണ്ട്. അതിലൊരു ഉസ്താദ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഉസ്താദിന്റെ അറിവോടുകൂടിയാണ് ഈ വിവാഹം നടന്നത്. അഴീക്കൽ ജുമാ മസ്ജിദിലാണ് ഈ ശൈശവ വിവാഹം നടന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 16-കാരിയെ പടന്ന പഞ്ചായത്തിലെ പ്രവാസിയായ 28-കാരന് കാനത്ത് കല്യാണം നടത്തിയെന്നാണ് പരാതി. ബൈജു തുടരാം. രഞ്ജിത്ത്, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം വേണം. അതോടൊപ്പം ഇപ്പോൾ കേസെടുത്തിട്ടുള്ള 4 പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ വരൻ വിദേശത്തേക്ക് കടന്നതായാണ് പറയുന്നത്, കൊറിയയിലേക്ക് കടന്നതെന്നാണ് പറയുന്നത്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇതോടൊപ്പം സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഇത്തരത്തിൽ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഒരു വിവാഹം കഴിക്കുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇതിൽ ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നു. ഇതിൽ തെളിവ് നശിപ്പിക്കൽ വലിയ തോതിൽ നടന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഴീക്കൽ ജുമാ മസ്ജിദിൽ വെച്ചാണ് വിവാഹം നടന്നത്. അവിടെയുള്ള
ആ ദിവസത്തെ ഏപ്രിൽ 13 രജിസ്റ്റർ അത് നശിപ്പിക്കപ്പെട്ട രീതിയിലാണ്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ ആ ദിവസത്തെ നശിപ്പിക്കപ്പെട്ട രീതിയിലുണ്ട്. അങ്ങനെ ഇതിൽ തെളിവ് നശിപ്പിക്കൽ കൃത്യമായി നടന്നിട്ടുണ്ട്. ഒപ്പം ഒരു ജനപ്രതിനിധി കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യണം, ഇവരെ ചോദ്യം ചെയ്യണം. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കാൻ തയ്യാറാണെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. എന്നാലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ പെൺകുട്ടിയെ, അതായത് 16 വയസ്സുകാരിയെ സ്വാധീനിച്ച് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം വേണം. ചീഫ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ പോലീസിന്റെ ഒത്താശയോടുകൂടി ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. രഞ്ജിത്ത്, KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു മറ്റു വാർത്തയിലേക്ക് പോകണം. എറണാകുളത്ത് ടൂറിസ്റ്റ് ബസ്സിൽ ട്രക്ക് ഉരസിയതിന് ട്രക്ക് ഡ്രൈവർക്കും സഹായിക്കും ക്രൂരമർദ്ദനം. പഴനിയിൽ തീർത്ഥാടനം കഴിഞ്ഞ് തിരുവല്ലയ്ക്ക് മടങ്ങിയ സംഘമാണ് ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു ആലുവ മുട്ടത്ത് വെച്ച് ഈ സംഭവം. ട്രക്കിന്റെ ചില്ലുകളും അക്രമികൾ തകർത്തു. ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്ന രാജേഷ് എന്നയാളെ ആലുവ പോലീസ് ഇതിനകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇപ്പോൾ എറണാകുളത്താണ് ഈ സംഭവം ഉണ്ടായത്. ട്രക്ക് ഉരസിയതിനാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ഡ്രൈവർക്കും ട്രക്ക് ഡ്രൈവർക്കും സഹായിക്കും ഒക്കെ മർദ്ദനമേറ്റത്. ഈ തീർത്ഥാടക സംഘത്തിലെ ഒരാളെ മാത്രമാണോ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇത്തരമൊരു അക്രമത്തിലേക്ക് നയിക്കാൻ ഇവർക്ക് പ്രകോപനമായത് ഈ ഒരു ചെറിയ സംഭവം മാത്രമാണോ? അതാണോ പോലീസ് പറയുന്നത്? രഞ്ജിത്ത്, ഈ ആലുവ മുട്ടം ഭാഗത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സിൽ ട്രക്ക് ഉരസുകയും അതിനുശേഷം ഇവരെ നിർത്താതെ പോവുകയും ചെയ്തതിനു ശേഷം പിന്നീട് ഇവർ പിന്തുടർന്ന് ഈ ടൂറിസ്റ്റ് ബസ് യാത്രക്കാർ പിന്തുടർന്ന് അതിവേഗത്തിലാണ് പിന്തുടർന്ന് വന്നാണ് ഈ ട്രക്ക് ഡ്രൈവറെയും അതിലുണ്ടായിരുന്ന മറ്റ് സഹായിയെയും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ച ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതുമാത്രമല്ല, ഈ വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലുകളൊക്കെ എറിഞ്ഞുടയ്ക്കുകയും അതിന്റെ ക്യാബിനറ്റിനുള്ളിൽ വിവിധ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ രാജേഷ് എന്ന് പറയുന്ന ആളെ ആദ്യം പോലീസ് കസ്റ്റഡി ഇതേ തുടർന്ന് മർദ്ദനത്തിന് ദൃശ്യങ്ങൾ വ്യക്തമായതിനെ തുടർന്ന് കുറച്ച് ആ യാത്രയിലുണ്ടായിരുന്ന 1-2 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ്. ഈ രാജസ്ഥാൻ സ്വദേശികളായ മാവിർ അതുപോലെ സരവൺ എന്നിവരാണ് മർദ്ദനത്തിനിരയായത്. ഇവരെ രണ്ടുപേരെയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. നിലത്തിട്ട് ചവിട്ടുന്ന സാഹചര്യത്തിലേക്ക് ഇവരെ പോയിട്ടുണ്ട്. എന്തായാലും ഈ ടൂറിസ്റ്റ് ബസ്സിൽ ഉരസിയതാണ്, ട്രക്ക് ഉരസിയിട്ട് നിർത്താതെ പോയതാണ് മർദ്ദന കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അത്തരത്തിലാണ് വ്യക്തമാക്കുന്നത്. ഇത് ഇവരെ ഈ യാത്രക്കാരെ ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ പ്രകോപിതരാക്കുകയും അവർ പിന്തുടർന്ന് ഇവരെ മർദ്ദിക്കുകയുമായിരുന്നു. പഴനിയിൽ പോയിട്ട് തീർത്ഥാടന യാത്ര നടത്തിയിട്ട് തിരിച്ച് തിരുവല്ലയിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് സംഘമായിരുന്നു അത്. ഇവരുടെ അതായത് ഈ ഇടപെടൽ മൂലം ഡ്രൈവർക്കും അതുപോലെ ക്ലീനർക്കും വലിയ പരിക്കുകളാണ് ഏറ്റിട്ടുള്ളത്. ഇവരെ രണ്ടുപേരെയും ആലുവയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ മൊഴിയെടുത്തിട്ടുണ്ട് പോലീസ്. ഇവരുടെ മൊഴിയിൽ നിന്നുമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം യാത്രക്കാരിൽ നിന്നും, അതായത് ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാരിൽ ചിലരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജേഷ് എന്ന ആളെ ആണ് ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേ തുടർന്ന് ഈ ഒരു അതായത് വാഹനത്തിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം അതിനുശേഷം തീരുമാനിക്കുമെന്നാണ് ആലുവ പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഈ റോഡിലുണ്ടാകുന്ന ചെറിയ ചെറിയ തർക്കങ്ങൾ ഇത്തരം വലിയ അക്രമമായ സംഭവങ്ങളിലേക്ക് മാറുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അതിനെതിരെ കർശന നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ആലുവ പോലീസ് വ്യക്തമാക്കുന്നത്.
ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ഉരസലാണ്, അപകട സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടിയിൽ ഉരസിയിട്ട് അവർ നിർത്താതെ പോയി എന്നുള്ളതാണ് പ്രകോപനപരമായ കാര്യം. അതെപ്പോഴും ഇത്തരം റോഡ് വാഹന അപകടവുമായി ശേഷമുണ്ടാകുന്ന തർക്കങ്ങൾ, അപരിചിതർ തമ്മിലുണ്ടാകുന്ന വലിയ തർക്കങ്ങൾ, ഇങ്ങനെ ഈ വാഹനം നിർത്താതെ പോകുമ്പോഴും അല്ലെങ്കിൽ വാഹനത്തിൽ തട്ടി എന്തെങ്കിലും വാഹനത്തിൽ സ്ക്രാച്ച് ഉണ്ടാകുമ്പോഴും ഒക്കെ അത് വലിയ പ്രശ്നങ്ങളായി മാറുകയും അക്രമാസക്തമായി മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളും നിരവധിയാണ്. അതിനൊരു തടയിടൽ എന്നുള്ള നിലയിൽ കൂടി ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരം നിരവധി സംഭവങ്ങളാണ് ഈ അടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ അക്രമ സംഭവങ്ങളായി മാറുന്നതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവം ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഉണ്ടായതാണ്. ഇന്ന് പുലർച്ചെയാണ് ഇത്ര വലിയൊരു അക്രമമൊക്കെ അവർ അഴിച്ചുവിട്ടത്. ഈ സ്ത്രീകളടക്കമുള്ള ആളുകളെ ദൃശ്യങ്ങൾ കാണാം. ഈ സ്ത്രീകളും ഈ തീർത്ഥാടക സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരടക്കം ഈ അക്രമങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. ഈ ട്രക്ക് ഡ്രൈവറെ അടക്കം അടിക്കുന്നതിലും ചില്ല് തകർക്കുന്നതിലും മറ്റും ഇവരും പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പോലീസിൻ്റെയും മറ്റും സാന്നിധ്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് ഇവർക്ക് കുറച്ചുകൂടി പ്രചോദനമായി. ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ കൃത്യമായി പ്രതികളിലേക്ക് എത്താൻ സാധിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അതിനുശേഷമാണ് ആദ്യം കസ്റ്റഡി എടുത്ത് രാജേഷ് എന്ന് പറയുന്ന ആളെയാണ്. അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് 4 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകളെ കസ്റ്റഡി എടുക്കുന്ന കാര്യം വാഹനത്തിൽ നിന്നുള്ള CCTV ദൃശ്യം ലഭിച്ച ശേഷം അതിൽ നിന്നും കൂടുതൽ വ്യക്തതയുണ്ടാകും. കൂടുതൽ ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ സ്ത്രീകളെ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. സ്ത്രീകളും ഈ അക്രമത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ച നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കാണാം. അത് പ്രധാനമായും ഈ ടൂറിസ്റ്റ് ബസ്സും ട്രക്കും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സിലുള്ള മറ്റ് യാത്രക്കാരെ സുരക്ഷിതമായി പോകാൻ അനുവദിച്ചിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 4 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. രാജേഷ് എന്ന ആളെയായിരുന്നു ആദ്യം കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹം ഉൾപ്പെടെ 4 പേരാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ മറ്റു ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിന് മറ്റാരെങ്കിലും കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരാനുണ്ട് പോലീസിന്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകുക. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ട്രക്കിൻ്റെ ചില്ലുകളടക്കം തകർക്കുകയാണ് ഈ ടൂറിസ്റ്റ് ബസ്സിൽ വന്ന സംഘം. ഈ ടൂറിസ്റ്റ് ബസ്സിൽ ട്രക്ക് ഉരസിയതിനെ തുടർന്നാണ് ഇത്തരമൊരു അക്രമ സംഭവങ്ങളിലേക്ക് ബസ്സിൽ വന്നവർ തിരിഞ്ഞത്. തിരുവല്ലയിലേക്ക് മടങ്ങിയ സംഘം, തീർത്ഥാടനം പഴനിയിൽ പോയിട്ട് തിരുവല്ലയിലേക്ക് മടങ്ങിയ സംഘമാണ്. സ്ത്രീകളടക്കമുള്ള സംഘാംഗങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരെല്ലാം കൂടി ചേർന്നാണ് ഈ ട്രക്ക് ഡ്രൈവറെ മർദ്ദിക്കുകയും തുടർന്ന് ട്രക്കിൻ്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും മറ്റും ചെയ്തത്. ദൃശ്യങ്ങളിലേക്കൊരു വീടെടുത്തോ സില്ല് വിളിക്കുന്ന കാര്യമൊന്നുമില്ല. അത് തന്നെ വണ്ടി കിട്ടുന്ന ഒരു വണ്ടിയല്ലേ തട്ടിയത്. ആ സില്ല് വിളിക്കുന്ന നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയായ അധ്യാപിക ഡോക്ടർ സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം. എന്നാൽ ഡോക്ടർ റാമിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കണ്ണൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. നമ്മളെ കേസിൽ റാം എന്ന 1-ാം പ്രതിയെ കോടതി മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുകയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്. 2-ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇപ്പോൾ ഈ 2 പ്രതികളാണ് പ്രധാനമായും. അതിൽ ഒരാൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. സ്വാഭാവികമായും റാമിനെതിരെ കുറച്ചുകൂടി കടുത്ത ആരോപണങ്ങൾ CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് നിതിനുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ കോടതി പരിഗണിച്ച് കാണണം. ഇപ്പോൾ സംഗീതയ്ക്ക് എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്?
രഞ്ജിത്ത്, ഈ കേസിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടത് റാം എന്ന് പറയുന്ന അധ്യാപകനാണ്. അതോടൊപ്പം ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് 1-ാം പ്രതിയും ഇദ്ദേഹം തന്നെയാണ്. ഇയാൾക്ക് ഇപ്പോൾ ഇയാളുടെ ജാമ്യം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നതെന്നാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനം. ഈ സംഗീത നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പ്രോസിക്യൂഷൻ അതോടൊപ്പം കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഗുരുതരമായ പരാമർശം ഈ റാമിനെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ റാം ശ്രമിച്ചു. അതായത് ജാതി സംബന്ധിച്ച ഇയാൾ പട്ടികജാതിക്കാരനാണെന്ന ഒരു വാദം ഉന്നയിച്ചിരുന്നു. പ്രധാനമായും ഇതിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം വാദിച്ചിരുന്നത് താനൊരു പട്ടികജാതിക്കാരനാണ്, അതുകൊണ്ട് ആ നിയമം നിലനിൽക്കില്ല എന്നായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷന് കൃത്യമായി തെളിയിക്കാൻ സാധിച്ചു ഇയാൾ OBC വിനത്തിൽപ്പെട്ട ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു തരത്തിലും ജാമ്യം നൽകരുതെന്ന ഒരു ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പല വിദ്യാർത്ഥികളും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം നിതിൻ രാജിന്റെ കേസിലേക്ക് വന്നാൽ സിമ്പതിക്ക് വേണ്ടി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി എന്ന ഒരു പരാമർശം ഇദ്ദേഹം നടത്തിയിരുന്നു. അതിൽ വിദ്യാർത്ഥികളുടെ മൊഴിയുണ്ടായിരുന്നു. അത് കോടതിയെ ധരിപ്പിച്ചിരുന്നു. അതോടൊപ്പം ഈ ലതാ ശശിധരൻ എന്ന് പറയുന്ന ഈ പരാതി നൽകി, അതായത് ഈ റഫറൻസ് നമ്പറായി നൽകുകയും പിന്നീട് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് നിതിനെ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായ ഈ ലതാ ശശിധരൻ പരാതി നൽകിയത് ഇദ്ദേഹത്തിന്റെ പ്രേരണയിലാണ്. അത് മാത്രമല്ല ലതാ ശശിധരൻ ഈ പരാതി നൽകി അവിടെ നിന്നും സൈബർ സെല്ലിലേക്ക് പരാതി നൽകാൻ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹസ്തദാനം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കോടതി അംഗീകരിക്കായിരുന്നു. ഒരു തരത്തിലും ഇയാൾക്ക് ഈ റാം എന്ന് പറയുന്ന ഇവിടെ നിന്നും പിരിച്ചുവിട്ടപ്പെട്ട റാമിന് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ വാദമുണ്ടായത്. എന്തായാലും അത് കോടതി പൂർണ്ണമായി അംഗീകരിച്ചു. ഇതിന്റെ പൂർണ്ണമായ വിധിപ്പകർപ്പ് വന്നിട്ടില്ല. അത് വന്നാൽ മാത്രമേ എന്തൊക്കെ കാരണങ്ങൾ മറ്റ് കാരണങ്ങൾ കോടതി കണ്ടെത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അതോടൊപ്പം നേരിട്ട് ഈ ഒരു സംഭവത്തിൽ പങ്കില്ലാത്തതുകൊണ്ടാണ് സംഗീത നമ്പ്യാർക്ക് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എപ്പോൾ ഇനി ഹാജരാകും അത്തരം കാര്യങ്ങൾ ഇനി അറിയുന്നുണ്ട്. അതോടൊപ്പം റാം എന്ന് പറയുന്ന ഈ അധ്യാപകൻ കേസ് എടുത്തതിന് തൊട്ടു പിന്നാലെ കേരളം വിട്ടതായാണ് പോലീസിന് ലഭിച്ച വിവരം. ഇദ്ദേഹം ആന്ധ്രയിൽ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ, ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ റാമിൽ നിന്നും അറിയുമോ, അത്തരം കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വലിയ പരാതി ഉയർന്നിരുന്നു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം പരാതി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസിൽ നിതിൻ രാജിന്റെ പിതാവ് രാജനും അതോടൊപ്പം ഇതിൽ സഹോദരി ഭർത്താവായ അശോകനും കക്ഷി ചേർന്നിരുന്നു. ഇവരുടെ വാദം കൂടി കേട്ടതിന് ശേഷമാണ് റാമിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടണമെന്ന ആവശ്യം വലിയ തോതിലുണ്ട്. അതോടൊപ്പം വലിയ പ്രതിഷേധം ഇതിനെതിരെ പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യങ്ങളുണ്ട്. ഇനി റാമിന്റെ ഹർജി ഈ മുൻകൂർ ജാമ്യ ഹർജി കൂടി തള്ളിയതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുമോ, ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഒരു പക്ഷേ റാം ഹൈക്കോടതിയെ സമീപിച്ചേക്കാം. മുൻകൂർ ജാമ്യം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയേക്കാം. അതുവരെ ഇനി പോലീസ് കാത്തിരിക്കുമ്പോൾ അതല്ല വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഇതിൽ കൂടുതൽ വ്യക്തത ഇതുവരെ, അതായത് 10-ാം തീയതി ഈ നിതിൻ ഏപ്രിൽ 10-നാണ് ഇത്തരത്തിൽ ജീവൻ ഒടുക്കുന്നത്. ഇതുവരെയായിട്ടും ഇതിൽ കേസിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം പോലീസിന് പറയാൻ സാധിച്ചിട്ടില്ല. പ്രിൻസിപ്പലിന്റെ മുറിയിൽ വിചാരണ നേരിട്ടിരുന്നു. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിതിൻ ആത്മഹത്യക്ക് കാരണമെന്ന് അത് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന ആരോപണം കുടുംബം പറയുന്നുണ്ട്. അതോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നുണ്ട്. അതല്ലാതെ വലിയ തോതിൽ ജാതീയമായ അധിക്ഷേപം നേരിട്ടിരുന്നു. അത് മറ്റു കുട്ടികളുടെ മൊഴികളൊക്കെ അത്തരത്തിലുണ്ട്. അത് റാമിൽ നിന്നും ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം മറ്റ് അധ്യാപകരിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഡിജിറ്റൽ തെളിവുണ്ട്. ഈ റാമും അതുപോലെ തന്നെ സംഗീതയും തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് സഹോദരിക്കും അതുപോലെ തന്നെ വീട്ടിലേക്കും ഈ വാട്സാപ്പ് വഴി ഇവരുടെ ഫോട്ടോ സഹിതം നിതിൻ രാജ് അയച്ചിരുന്നു. അതും ഡിജിറ്റൽ തെളിവായി കോടതി പരിഗണിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വിധിപ്പകർപ്പിന്റെ പൂർണ്ണ വിവരം പുറത്തു വന്നിട്ടില്ല. അത് വന്നാൽ മാത്രമേ എന്തൊക്കെ കാരണങ്ങൾ കോടതി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു, അതോടൊപ്പം എത്ര ഗൗരവകരമായ ആരോപണങ്ങൾ ഉണ്ട്, അത്തരം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്നാലും സംഗീത നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയ സംഗീത ഇതിൽ പരിഹസിച്ച് മാത്രമല്ലാതെ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിതിന്റെ കേസിൽ, നിതിന്റെ ആത്മഹത്യയിൽ പ്രതികളിൽ ഒരാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അധ്യാപിക സംഗീതയ്ക്കാണ് മുൻകൂർ ജാമ്യം കിട്ടിയത്. റാം എന്ന പ്രധാന പ്രതി ഗവൺമെന്റ് പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഇതുവരെ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം.
ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്ന സംഭവം ഏറെ വിവാദമായ ഒന്നായിരുന്നു. അത് നേരത്തെ പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്നത് എന്നാണ് പുറത്തുവന്ന വിവരം. ഒരു കാരണവുമില്ലാതെ അവർ ചിത്രങ്ങളടക്കം പകർത്തിയ സാഹചര്യം ഗൗരവതരമായ പല ചോദ്യങ്ങളും ഉയർത്തിയിരുന്നു. പക്ഷേ ഇതിൽ കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ഇപ്പോൾ ADGPയുടെ റിപ്പോർട്ടായി പുറത്തുവരുന്നത്. കാലാവസ്ഥ മോശമായതിനെ തുടർന്നാണ് ഹെലികോപ്റ്റർ എത്തിയതെന്നായിരുന്നു കോസ്റ്റ് ഗാർഡ് നൽകിയ വിശദീകരണവും മറ്റും. പൈലറ്റുമാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ഇപ്പോൾ ADGP ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കോടതി ഇത് ഗൗരവതരമായി കണ്ടിട്ടുണ്ട്. ദേവസ്വം ബെഞ്ച് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കേണ്ട. ശശിനാരായണൻ, കോസ്റ്റ് ഗാർഡിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലം, അവർക്കൊരു നിയന്ത്രണമില്ലാത്ത ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പറക്കുക, നേരത്തെ ചിത്രങ്ങളടക്കം പകർത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഇത് പോലീസ് കാര്യമായി തന്നെ വിഷയം ഗൗരവമായി എടുത്തിട്ടുണ്ടല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി ഗൗരവമായിട്ടാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണങ്ങളൊന്നും തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല. അതിന് കാരണം പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ കോസ്റ്റ് ഗാർഡിന് അവിടെ എത്തേണ്ട സാഹചര്യങ്ങൾ നിലവിൽ ഒന്നുമില്ല. ആ ഹെലികോപ്റ്റർ അവിടെ പറക്കുന്ന സമയത്ത് ശബരിമല അടക്കമുള്ള മേഖലകൾ സുരക്ഷാ മേഖലയാണ്. അതായത് നിലയ്ക്കലും ശബരിമലയും പമ്പ അടക്കമുള്ള മേഖലകൾ സുരക്ഷാ മേഖലയായിട്ടാണ് പരിഗണിക്കുന്നതും അത്തരത്തിലാണ് ഒരു പ്രദേശം കൂടിയാണ്. അവിടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ വന്നത് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ദിശ മാറി വന്നതാണെന്നാണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷെ ആ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ADGP ശ്രീജിത്ത് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അതിൽ പ്രധാനമായും ഈ പൈലറ്റുമാരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തണമെന്ന് പറയുന്നു. ഒപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അതിന്റെ വിശദീകരണം തേടണമെന്ന് കൂടി പറയുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായോ എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയാണ് കാലാവസ്ഥാ നിരീക്ഷണം കേന്ദ്രം അടക്കമുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നിർദ്ദേശം കൂടി വെച്ചിരിക്കുന്നത്. ഗുരുതരമായ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, സുരക്ഷാ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ശബരിമലയിലെ വ്യാഴാഴ്ച 11 മണിക്കാണ് ഹെലികോപ്റ്റർ ഇത്തരത്തിൽ താഴ്ന്ന സന്നിധാനത്തിന് മുകളിൽ ക്ഷേത്രത്തിന് മുകളിലൂടെ 5 മീറ്ററിന് അടുത്തുകൂടി കൊടിമരത്തിന്റെ തൊട്ടടുത്തുകൂടി 4 പ്രാവശ്യം വട്ടമിട്ട് ഈ ഹെലികോപ്റ്റർ പറക്കുന്ന കാര്യമുണ്ടായി. ചിത്രങ്ങൾ അതിലുള്ളവർ എടുത്തു എന്നുള്ളതാണ് സുരക്ഷാ ജീവനക്കാർ സന്നിധാനത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ ചിത്രങ്ങൾ കൂടി സുരക്ഷാ ജീവനക്കാർ എടുത്തിട്ടുണ്ട്. എന്തായാലും അതീവ സുരക്ഷാ മേഖല എന്ന രീതിയിലാണ് പെരിയാർ ടൈഗർ റിസർവ് കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തെ അടക്കമുള്ള കാര്യങ്ങൾ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡ് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ദിശ മാറി സഞ്ചരിച്ച് അവിടെ എത്തി എന്നുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഗൗരവമായ വീഴ്ച ഉണ്ടായി. കാരണം പമ്പ, നിലയ്ക്കൽ, സന്നിധാനം ഇവിടങ്ങളിലെല്ലാം സാധാരണ ഡ്രോണുകൾ പറത്താൻ പോലും അനുമതി നൽകാറില്ല. നിലയ്ക്കൽ VIPs വന്നാൽ കാറിൽ പമ്പയിലെത്തിയതിനു ശേഷം പിന്നീട് നടന്നാണ് സന്നിധാനത്ത്. അത്തരത്തിൽ വളരെ ഒരു സുരക്ഷാ മേഖലയാണ് സന്നിധാനവും പമ്പയും അടക്കമുള്ള മേഖലകൾ. അവിടെ ഈ കോസ്റ്റ് ഗാർഡ് വളരെ അലക്ഷ്യമായ രീതിയിൽ വന്നു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം അവർ വളരെ വിശദീകരണം നൽകിയിട്ടുള്ള ആ വിശദീകരണം തൃപ്തികരമല്ല. അതിൽ വിശദമായ ഒരു അന്വേഷണം വേണം. പൈലറ്റുമാരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പമ്പ പോലീസും ഇക്കാര്യം അറിഞ്ഞു, സന്നിധാനം പോലീസോ പമ്പ പോലീസോ ഇവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ മേഖലയിൽ അതിക്രമിച്ച് കടന്നു എന്നുള്ള കാര്യത്തിൽ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായ ഒരു അന്വേഷണം ഇനി വരാനും സാധ്യതയുണ്ട്. രഞ്ജിത്തെ. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. BJPയുടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ BJP നേതാവ് R. ശ്രീലേഖയെ കൂടി പ്രതിയേർത്തു. ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. പുതിയ റിപ്പോർട്ട് കോടതിയിൽ പോലീസ് സമർപ്പിച്ചു. സംഭവത്തിൽ ശ്രീലേഖയെ പ്രതി ചേർക്കാതിരുന്നത് വിവാദമായിരുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, പോടാ പുല്ലേ പോലീസ് എന്ന് വിളിച്ചത് കേരള പോലീസിന്റെ മുൻ DGP ആണ്. താൻ പോലീസിലിരുന്നപ്പോഴും ഇത്തരം മോശം പ്രവർത്തി ചെയ്യുന്ന പോലീസുകാരെ പോടാ പുല്ലേ എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് കേസും എടുത്തിരിക്കുന്നു. ഇപ്പോൾ എന്താണ് അത്യപൂർവമായ ഒരു സംഭവമാണല്ലോ, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ ഒരു വിഷയം മലമുകളിൽ നടന്ന ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അതിക്രമം കാണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ ഒരു മാർച്ചിലാണ് ഈ സംഭവം നടക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിനെതിരെ DGP തന്നെ മുദ്രാവാക്യം മുഴക്കുക, മുൻ DGP തന്നെ മുദ്രാവാക്യം മുഴക്കുക എന്ന തരത്തിലുള്ളൊരു കൗതുകകരമായ കാര്യം കൂടി ഇതിലുണ്ട്. ഇതിൽ പ്രധാനമായി പറയുന്നത് ഈ ഒരു പ്രതിഷേധം, ഈ സമരം ഉദ്ഘാടനം ചെയ്തത് R. ശ്രീലേഖ ആയിരുന്നു. പിന്നെ അതിൽ ഈ ഒരു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള
ആശാനാഥ് അടക്കം പങ്കെടുത്തു എന്നതാണ്. ഈ രണ്ടുപേരെയും ആദ്യം കേസിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. കണ്ടാലറിയാവുന്ന 50 പേരെ മാത്രമാണ് കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷെ പിന്നീട് VK പ്രശാന്ത് അടക്കം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശ്രീലേഖയും കൂടി കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് മലമുകളിൽ നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അടക്കം പോലീസിനെതിരെ ഈ BJP നേതൃത്വം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ മാർച്ച് അടക്കം സംഘടിപ്പിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തതും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിലാണ് ഈ തരത്തിലുള്ള ഒരു പോടാപുല്ലെ പോലീസ് എന്ന തരത്തിലടക്കമുള്ള മുദ്രാവാക്യങ്ങൾ മുൻ DGP വിളിക്കുന്നത്. എന്ത് തന്നെയാലും പോലീസ് ഈ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. കോടതിയിലടക്കം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ശ്രീലേഖയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. എന്ത് തന്നെയായാലും കേരള ചരിത്രത്തിൽ തന്നെ ഒരു കൗതുകകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. രഞ്ജിത്ത്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവച്ചു. ബിന്ദു കൃഷ്ണയ്ക്കെതിരെ RSP നേതാക്കൾ ഗൂഢാലോചന നടത്തിയതായി ആരോപണം. CPM നേതാക്കളുമായി RSP നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലം ബീച്ച് റോഡ് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടന്നുവെന്നാണ് ആരോപണം. UDF നേതൃത്വത്തിന് ബിന്ദു കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകി. ഈ തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് ചോദിക്കുക, വോട്ട് പിടിക്കുക, ഞാൻ അത് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി. ശരിയാണോ? ശരി മാത്രമാണ്. CPM കൂടിക്കാഴ്ച UDF നേതൃത്വം സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ദൃശ്യങ്ങൾ എത്തിയപ്പോഴാണ് ഇക്കാര്യത്തിലൊരു നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ RSP പോലും കഴിയുന്നില്ലേ? അല്ല, അത് RSP ജില്ലാ നേതൃത്വം ഞാൻ പറഞ്ഞത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് RSP ലോക്കൽ കമ്മിറ്റി പിറ്റേന്ന് കൂടുകയും അവിടെ ഈ വിഷയം ചർച്ച ചെയ്യുകയും RSP ജില്ലാ സെക്രട്ടറി താക്കീത് എന്നോണം ഈ മുഴുവൻ പ്രവർത്തകർക്ക്, ഈ പങ്കെടുത്തവർ മാത്രമല്ല, അവരൊരു 10, 15, 16 പേരെ യോഗത്തിലുണ്ടായിരുന്നു. ആ RSP ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ സഖാക്കളും ഉണ്ടായിരുന്നു. അവരോട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുകയും RSP ജില്ലാ സെക്രട്ടറി തന്നെ ഇതുവരെ സാധാരണഗതിയിൽ RSPയുടെ ശക്തിക്കനുസരിച്ച് നടത്തുന്ന പ്രകടനം ഇത്തവണ നടത്തിയതായി കാണുന്നില്ല. മാത്രവുമല്ല, ഇത്തരം ഒരു പരാതി വന്ന സ്ഥിതിക്ക് അതെല്ലാം തെളിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം RSP സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ജില്ലാ സെക്രട്ടറി കർശനമായി അവരുടെ RSP ലോക്കൽ കമ്മിറ്റി, സൗത്ത് ലോക്കൽ കമ്മിറ്റിയിലുള്ള എല്ലാ സഖാക്കളെയും താക്കീത് ചെയ്താണ് അന്ന് ഞങ്ങൾ അവിടുന്ന് പിരിയുന്നത്. അല്ല, നടപടി ഉണ്ടോ എന്നുള്ളത് RSP ആണ് തീരുമാനിക്കേണ്ടത്. അതെ, നമ്മൾ അതിന്റെ വസ്തുത ക്ലിയർ കട്ടായിട്ട് ഈ RSP ജില്ലാ നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, ഗൗരവതരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ബിന്ദു കൃഷ്ണ വലിയ ഒരു ഫൈറ്റ് കൊല്ലത്ത് നടത്തിയൊരു പശ്ചാത്തലമുണ്ട്. കൊല്ലത്ത് ശക്തിയുള്ള RSPയുടെ നേതാക്കൾ ബിന്ദുവിനോട് സഹകരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ്, സംശയമില്ല. കൊല്ലത്ത് ഈ വിഷയം കത്തുകയാണോ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. അത് ശക്തമായ മത്സരം കാഴ്ചവെച്ച ഒരു മണ്ഡലം തന്നെയായിരുന്നു കൊല്ലം. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണയ്ക്കെതിരെയാണ് RSP പ്രാദേശിക നേതാക്കൾ ഗൂഢാലോചന നടത്തിയതായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. CPM നേതാക്കളുമായി RSP നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ച ഉണ്ടായി. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം ബീച്ച് റോഡിൽ ഹോട്ടലിലാണ് കൂടിക്കാഴ്ച നടന്നതായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നത്. ഏപ്രിൽ 6-ാം തീയതിയിലാണ് ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. UDF നേതൃത്വം അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കൂടിക്കാഴ്ച CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ ഡീൽ നേരത്തെ അറിഞ്ഞതായും വോട്ട് ചോർച്ച നടന്നതായുമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് സ്ഥാനാർത്ഥിയുടെ അതല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ RSP ലോക്കൽ സെക്രട്ടറി ചുമതലയിൽ നിന്നും മാറ്റിയതായിട്ടാണ് കോൺഗ്രസിന്റെ കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത്. സംഭവത്തിൽ ബിന്ദു കൃഷ്ണ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ ചുമതല വോട്ട് തേടലാണെന്നും ബാക്കി കാര്യങ്ങളിൽ നേതൃത്വമാണ് പ്രതികരിക്കേണ്ടതെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് മാറുന്നുണ്ട് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് സാഹചര്യം. ദിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. RSP CPM നേതാക്കളുമായി RSP നേതാക്കളും CPM നേതാക്കളുമായി കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തെ ഗൗരവമായി കണ്ടിട്ടുണ്ട്. കൊല്ലത്ത് ഒരു പുതിയ രാഷ്ട്രീയ വിവാദമായി ഈ ഡീലും മാറുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.